ഫാൻസി കിറ്റോസ് വ്ളോഗിൽ എൻ്റെ ഗപ്പികൾ കുറച്ച് വീഡിയോകളും വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് മീനുകൾ എൻ്റെ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനിയത്തിക്ക് കൊടുത്ത മീനുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സുഹൃത്തുക്കൾ എൻ്റെ അനിയത്തിൻ്റെ മീൻ. ഇതിൽ എൻ്റെ കുറച്ച് കല്ലുകളൊക്കെ ഫുള്ളായിട്ട് പരത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെടുക്കുന്നത് ഇത് കഴിച്ചു തരാം. ഇതിൻ്റെ മീനുകൾ എൻ്റെ അനിയത്തിൻ്റെ കാലം കുറേ മീനുകൾ എനിക്കുണ്ടോ. പിന്നെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എൻ്റെ മീനുകൾ ഇങ്ങനെ കുറയാം. നമ്മൾ രണ്ടാളും കൂടെ ഉള്ള മീനുകളാണ്. എൻ്റെ മീനുകളിൽ നിന്ന് കൊടുത്തതാണ് കുറച്ച് മീനുകൾ കളിക്കുക. പല മീനുകളാണ് കഴിച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് വലുതായ മീനുകൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തൊട്ടുള്ള സൂം ചെയ്ത് കളിച്ചു തരാം. ഇതിൻ്റെ ഗപ്പി കുട്ടികളാണ്. അടുത്ത അച്ഛൻ്റെ ചെടി ഞാൻ കളിച്ചു തരാം നിങ്ങൾക്ക്. അതിലൊരു വെറൈറ്റി കല്ലിട്ടിട്ടുണ്ട്. ആ കല്ല് എവിടെ നിന്ന് കിട്ടിയെന്ന് അച്ഛൻ കളിച്ചതാണ്. കല്ല് ചാക്കിലുണ്ട്. ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ കല്ല് കളിച്ചു തരാം. അത്ര കല്ല് അത് തണക്കുള്ള കല്ലാണ്. ഇത് നല്ല ഭംഗിയുള്ള തരം കല്ലുകളുണ്ടാവും. ഉള്ളിൽ തരം വെറൈറ്റി ഡിസൈനില്ല. അതൊക്കെ എൻ്റെ മീനിട്ടുണ്ടായിരുന്നു. വെള്ളം മാറ്റുമ്പോൾ ഞങ്ങൾക്ക് കളിച്ചു തരുന്നുണ്ട്. അടുത്തതും ഗപ്പികളുടെ വീഡിയോസിനായിട്ടും വരുന്നുണ്ടാവുക. എന്നിട്ട് ഈ തലപ്പത്തായിട്ട് ഇതിൽ ചിലപ്പോൾ ക്യാമറയിൽ ചിലപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു അരിപ്പെടുത്ത് പോകുന്നുണ്ട്. അത് എൻ്റെ അവിടെ കുറച്ച് നമ്മൾ വരെയൊക്കെ ചെറിയ വരയുന്നുണ്ട്. അവിടെ ഒരു കുറച്ച് പാത്രമുണ്ട്. ഇതിലാണ് ഞാൻ അത് കുറച്ച് വെള്ളമാക്കും. നമുക്ക് അതിന് വെള്ളമാക്കും. പിന്നെ പഴയ കാരട്ടെ എല്ലാം കുറച്ച് ഈ പൈപ്പിൽ നിന്നാണ് വെള്ളമാക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് വീടെടുക്കാം. ഇപ്പോൾ സുഹൃത്തുക്കളെ അതിൽ എത്ര വെള്ളമാക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞാനത് ഇതിൽ കൊതുകിൻ്റെ കുട്ടികളുണ്ട്. ഞാൻ ആ കൊതുകിൻ്റെ കുട്ടികളെ പിടിക്കാൻ പോലെയായിരുന്നു. ഞാൻ നല്ല മുണ്ടായിരുന്നു. അപ്പോൾ അത് മുന്നേ തന്നെങ്കിൽ ഞങ്ങൾ പോവും. കുട്ടികൾക്ക് നല്ല ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. പോടാ 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 ഒരുപാട് നേരം കളഞ്ഞു. ഇതിലുണ്ടോ നോക്കട്ടെ. ഉണ്ടോ നോക്കിയപ്പോൾ ഇതിൽ കുറേ ഉണ്ട്. ഞാൻ ഒന്നും കൂടി ഇതിലോട്ട് ഇങ്ങനെ ആക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൈ കെട്ടിയിട്ട് വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോടാ വലിയ ഉണ്ട്. ഞാൻ അതിനെ കളയട്ടെ. കുതുക്കളഞ്ഞിട്ട് ഇതൊന്നും കിട്ടില്ല. ഇതിലിങ്ങനെ ഉണ്ട് കുഞ്ഞു കുട്ടികൾ. പക്ഷെ അയച്ചങ്ങൾ ഇതിൽ കളയാൻ പറ്റില്ല. അപ്പം ഇതിൽ ഒരു അരച്ച കൂടെ വെള്ളം ഇതിൽ ചേർക്കാൻ പോവുകയാണ്. ഓക്കെ ചേർത്തിട്ട് ഞാനിവിടെ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മതിയോ കുറ്റങ്ങളും വേണത്ര വെള്ളം ഞാനിത്. ഓക്കെ ഞാൻ മുണ്ടായിരുന്ന വെച്ചാൽ ഇറ്റങ്ങൾക്കൊന്നും പൊങ്ങി വന്നിരുന്നു. അപ്പോൾ ഐറ്റങ്ങളും കൂടെ പിടിക്കാണ്ടിരുന്നു. അപ്പോൾ വേണത്ര വെള്ളം കയറ്റിയിട്ട് ഒരുപാട് അന്നത്തിന് വീണ്ടും നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഗപ്പികൾക്ക് അടിപൊളി സദ്യ ഉണ്ടാക്കാം. സദ്യയിലല്ലേ ഇത് ചിക്കനല്ലേ. അടിപൊളി ചിക്കൻ ചില്ലി ചിക്കനും മുളകിടാത്ത ചില്ലി ചിക്കനും അടിപൊളി സാധനങ്ങളും. പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ചല്ല വെച്ചാൽ ഇതാണ് സുഹൃത്തുക്കളെ. ഇതാണ് ആ കല്ലാട് ബക്കറ്റ് നിറച്ചുണ്ട്. ഇതിലാണ് കൊതുകൻ കുട്ടികളുള്ളത്. ഈ ബക്കറ്റിൻ്റെ അങ്ങനെ ഉണ്ടല്ല മുട്ടട്ടെ മുറുക്കി ഞാൻ മുട്ടട്ടെ മുറുക്കി പൊട്ടി ചെറിയ പപ്പാട് പൊട്ടി. ഓ കിട്ടി കിട്ടി കിട്ടി. അടിച്ച് മീൻ അടിച്ചിട്ടില്ല. നമ്മൾ ചിലപ്പോൾ മീൻ പിടിക്കുന്ന നല്ല വീഡിയോസും വരുന്നതായി. എനിക്ക് അങ്ങനത്തെ മീൻ പിടിക്കുന്ന നല്ല വീഡിയോ ഇടാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിവിടുത്തെ നല്ല മഴയാണ്. അതുകൊണ്ട് തോട്ട് പോയാൽ ചിലപ്പോൾ പണി കിട്ടും.
ഞാൻ കാലത്തെടുത്ത് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കളിൻ്റെ ഇതേ ഭംഗി നല്ല ഭംഗിയുള്ള കല്യാണമാണ്. എടുത്തിട്ടേ അവിടെ ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഇട്ടാലും മനസ്സിലെങ്കിൽ മനസ്സിലാവും. ഞാനിത് ഇതില്ലേ ഇത് ഈ കല്ലിലോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഞാനൊരു കാര്യം കളിച്ചുതരാം. എൻ്റെ വീട്ടിൽ ഞാൻ കുഴിച്ചിട്ടൊരു 2 മത്ത ഉണ്ടായിട്ടുണ്ട്. ഇത് അത്ര ഇതൊന്നും ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല സുഹൃത്തുക്കൾ. അവിടെ കടകളിൽ മത്തരി കുറച്ച് വലിയതാണ്, പക്ഷെ ഇതിൽ ചെറുതായിട്ടാണ് കാടുള്ളെങ്കിലും അത് വലിയ മത്തനാണ്. ഞാൻ അവിടെ ഒരു മത്തൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും കൊതുകിൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ പൊന്തി വരും. ഇവിടെ ഒരു മത്തൻ വേഗം കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണണ്ടല്ലോ. ഇതാണ് മത്ത കഴിഞ്ഞൊക്കെ എത്ര വലിപ്പമായിരുന്നു. ചെറിയ മത്തന് 2 മത്ത ഉണ്ടായിരുന്നു, അല്ല 4 മത്ത ഉണ്ടായിരുന്നു. അത് 2 എണ്ണം അതിൻ്റെ അച്ഛമ്മ അറിയാതെ അച്ഛനൊക്കെ മണ്ടത്തരം പറ്റി പോയതാണ്. അറിയാതെ മറ്റേ ഇത് നമ്മളിതിട്ട് മറ്റേ ചമ്മലാണ് മൂടി ഒന്നുണ്ട് ഇട്ടോടെ അവിടെ 2 എണ്ണം കടലിൻ്റെ വലിയ കൂടെ തന്നെ ചാടിണ്ടായിരുന്നു കൈവന്ന്. അപ്പോൾ അതും അങ്ങോട്ട് ഇട്ടിട്ട് 2 എണ്ണം പോയി. ബാക്കി 2 എണ്ണമാണുള്ളത്. സുഹൃത്തുക്കളെ ഞാൻ കുഴിച്ചിട്ടതാണ് അപ്പം ഉണ്ടായിട്ടുള്ളത്. സുഹൃത്തുക്കളെ അങ്ങനെ വേറെ ഉണ്ടായിട്ടൊന്നുമില്ല. കൂടെ അങ്ങോട്ട് ചാടിന്നാണ് പറഞ്ഞത്. അവിടെ പോയി എടുക്കാനാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ വീടിൻ്റെ അവിടുത്തെ കാഴ്ചകൾ ഫോൺ അങ്ങോട്ട് ചാടിയിൽ പോയിടും. ഓക്കെ, അപ്പം എന്തായാലും കൊതുകുട്ടികൾ പൊന്തി വന്നിട്ടുണ്ടാവും. ഞാൻ ഐറ്റങ്ങളൊന്ന് പിടിച്ചോക്കട്ടെ. നിങ്ങൾക്കൊന്ന് കുശാല സത്യം കിട്ടി. അവർ ഒരുപാടുള്ളതിനാണ് വീണ്ടും പിടിച്ചത്. ഈ അരിപ്പം ഇങ്ങനെ ആക്കിയില്ലെങ്കിലേ ഞങ്ങൾ പോവില്ല. എത്ര ഇടത്തിന് കിട്ടിയ അറിയിക്ക് പോയോ ഒരു കേട്ടോ. ഞാൻ നൈറ്റ് കൊണ്ട് ആക്കിയപ്പോൾ ഇപ്പം പോയിട്ടുണ്ടാവും. കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള കല്ലുകൾ കാണാണ്ട്. ഓണങ്ങളുടെ പൊടും മനുഷ്യന്മാർ കണ്ടാ. ഇതിൻ്റെ കിട്ടിട്ട് നല്ല ലുക്ക് ഉണ്ടോ? ഇത് ഈ നിൽക്കുന്നതിൻ്റെ ഇത് മനുഷ്യർക്ക് കാണാൻ പറ്റാറില്ല. ആ നിൽക്കുന്നുണ്ടോ? ആ നിൽക്കുന്നതിൻ്റെ ലുക്ക് ഉണ്ടോ നിങ്ങൾ? അതിൻ്റെ ലുക്ക് നിങ്ങൾ ഇത്ര കിട്ടിയ അറിയില്ല. ഒരു കോഴിയുണ്ട്. നമ്മളിത് അതിൻ്റെ ഇങ്ങനെ വെള്ളത്തിക്കിട്ട് ഇട്ട് കൊടുത്തിട്ടോ. ഒന്നും കൂടി റോഡ് കൂടി പോരാ കിട്ടി. സുഹൃത്തുക്കളെ കല്ലുണ്ടായതെല്ലാം പോകുന്ന അറിയില്ല. സുഹൃത്തുക്കളെ അടിപൊളി 8 ഞാൻ ഇപ്പോൾ പിടിച്ചറിയോ. പക്ഷേ പോയിട്ട് സുഹൃത്തുക്കളെ ഇതിനടിക്ക് എത്താൻ പോയിട്ട് നിശ്ചയം തോണ്ടി നോക്കാം. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കോ. അടിപൊളി. എൻ്റെ ഏറ്റവും ഐഡിയ വന്നിട്ട് ചെറിയ ജീവികളായതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടത് തമ്മിൽ കിട്ടിയില്ല. കുറച്ചെണ്ണതും കൂടെ കിട്ടാൻ വേണ്ടി കാത്തുക്കാം. അപ്പോൾ ഞാൻ ഈ അരിപ്പതേ അവിടെ വെച്ചിട്ട് അങ്ങനെ പോട്ടെ നേഴ്സ് നമ്മൾ. അപ്പോൾ ഇത് ഇത്ര ഇളക്കിയതുകൊണ്ട് ചിലപ്പോൾ മറ്റേ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് മീനുകളിൽ മണൽ വാരിടലുണ്ട്. അത് ഏത് മണലാണെന്ന് ഞാൻ അപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ വയനാട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഏതൊരു മണ്ണാണ് ഇത്. പണ്ട് വെച്ച മണലാണ്. ഇപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. മഴ പെയ്ത് കുറേ പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ നമ്മൾ പെട്ടെന്നുള്ള മഴയ്ക്ക് കുറേ മക്കളുണ്ടായിരുന്നു. പെട്ടെന്നുള്ള മഴയ്ക്ക് പോയതാണ്. അപ്പോൾ ഞാനില്ലേ ക്യാമറ ഇവിടെ വെക്കാൻ നോക്കാം. ക്യാമറ ഇവിടെ വെക്കാൻ പറ്റില്ല. ഞാനിത് ഇവിടെ വെക്കാൻ നോക്കട്ടെ. അവിടെ വെച്ചോ. ഇവിടെ ചാടിയ പോലും കിട്ടുന്നില്ല.
ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി നോക്കിയിട്ടുണ്ട്. വലിയ വാഴത്തിന് കിട്ടിയിട്ടുണ്ട്. പുറത്തുള്ളതല്ല. ഞാനേ ക്യാമറ ഓഫായിരുന്നോ? ഇല്ല. ഇത് നിങ്ങൾ നടക്കട്ടെ. പ്രാവശ്യമുണ്ട് ഇതുപോലെ വശം നമ്മളെ വെട്ടിട്ടെന്ന് ഇതതിനെ കൊണ്ടുപോയില്ല. എന്നാ ഉച്ചയ്ക്ക് ഒരു മീൻകുളം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് കുറേ ദിവസം ഇങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു മീൻകുളം സെറ്റ് ചെയ്യാൻ പറ്റിയത് ചോദിച്ചാൽ അപ്പോൾ ചിലപ്പോൾ ഐറ്റുകൾ വന്നിട്ടുണ്ടാവും. എന്താ വെച്ചാൽ കുറച്ച് കല്ലും കിട്ടി സുഹൃത്തുക്കളെ. ഈ കല്ലിനെന്തിന് അടുത്ത് അങ്ങോട്ട് വലിച്ചെറിയാൻ വിചാരിച്ചു. നല്ല ഭംഗിയ കല്ലുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ റെഡിയായി. ഈ കൊതുകിൻ്റെ കുട്ടികളില്ലേ, പൊട്ടന്മാരാണെന്ന് തോന്നുന്നു. എന്തോ പിടിച്ചിട്ടും ഇങ്ങനെ പൊന്തി വരും. അപ്പം ഞാൻ പിടിക്കും, അത്രേ ഉള്ളൂ. എന്നാലും ക്യാമറ അന്നത്തെ പോലെ ക്യാമറ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ക്യാമറ അടിപൊളിയായിട്ട് നിൽക്കുക. ക്യാമറ മൂടി കായതായിട്ട് ലോട്ടറി അടിച്ചു. ഒരു വലിയൊരു മീൻ. മീനല്ല, എപ്പോഴും മീൻ തന്നെ പറയുള്ളൂ. അല്ല, വലിയൊരു പുഴുങ്കുട്ടി. മീൻ പോയിട്ടില്ല, കിട്ടിയില്ല. അതിന് 3-4 ചെറിയ കുട്ടികൾ കിട്ടി. നല്ല തിന്നാൻ ലാഭം. അനിയത്തി എവിടെ നിന്നാവോ ഉണ്ടെങ്കിൽ സഹായിക്കാൻ വരും. അനിയത്ത് ഉറങ്ങി പോയൊക്കെ കേട്ടോ. അതെ, ഞാനിപ്പോൾ വ്ളോഗ് ഇവിടെ വൈൻഡപ്പിച്ചേക്കാം. വൈൻഡപ്പ് ചെയ്യല്ല, ഓഫാക്കിയേക്കാം. വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സോറി സുഹൃത്തുക്കൾ. അനിയത്തി ചായ കുടിക്കുകയാണ്. അപ്പോൾ അനിയത്തി ഇപ്പം തന്നെ വരൂല. എന്നോട് അനിയത്തി ഇല്ല, അനിയത്തി ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഓടിച്ചു വെച്ച് ആണിത്. ഇത് ക്യാമറ ചിത്രണം വന്നു ആരാ. കിട്ടി ലോട്ടറി അടിച്ചു. നിങ്ങൾക്ക് കാണാൻ അറിയില്ല. ലോട്ടറി അടിച്ചു. ഇനി ഇതിനും വലിയ ലോട്ടറി അടിച്ചിട്ടില്ല. പിന്നെ 7 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ടാവും. 7 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിതൊരു വ്ളോഗ് ഇങ്ങനത്തെ ഒരു വ്ളോഗത്തിൽ ഫിഷിങ്ങിലാണ് ആഡ് ചെയ്യുന്നത്. കിച്ചു വ്ളോഗാണ് രസം. അതുകൊണ്ട് എല്ലാവരും കിച്ചു ഫിഷിംഗ് വ്ളോഗെന്ന് വിചാരിച്ചാൽ മതി. ഇത് കിച്ചു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് ചെയ്യണം. മീൻ്റെ ഒക്കെ ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ വ്ളോഗിന് നമ്മൾ ചെയ്യുന്നത് തന്നെ അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുണ്ടാവില്ല. അരിപ്പ് കൈ പിടിച്ചേക്കാം. അരിപ്പ് എടുക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും.
ഇങ്ങനെ ഉണ്ടാക്കി അവിടെ എന്താക്കിയാ അറിയാം. അത് എന്തിനോട് പറഞ്ഞ ഈ പൈപ്പൊന്ന് പണ്ടാറെ കണ്ടിട്ട് ചൂട് ഉണ്ടാക്കാൻ എന്നെ കുത്തുവേ. ഒന്നിനും കൂടി ഇങ്ങോട്ടുണ്ട് എന്താ അതെ അതെ കിട്ടി സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. പോടാ എൻ്റെ അടുത്ത് കളി സുഹൃത്തുക്കളെ. നമുക്ക് ഇന്നത്തേക്കിന് ഇത്ര മതി ഉണ്ടാവും, മതിയായിട്ടുണ്ടാവും. നമ്മൾ ഈ 3 കളി നമ്മൾ റിലീസ് ചെയ്യാത്ത നീയൊന്നല്ലാതെ റിലീസ് ചെയ്യണ്ടേ കളിയാ. നമ്മളിങ്ങനെ ഇംഗ്ലീഷുകാരല്ല, നമ്മളിങ്ങനെ ഇങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഇംഗ്ലീഷൊക്കെ കുറച്ച് ഇവിടെ സീഡ് പ്ലാന്റ്സ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ പോവാണ് കുട്ടികളെ. കുട്ടികളെ പെട്ടെന്ന് പോകണം മതി. ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മറ നമ്മൾ കിണറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉമ്മറം കടന്നത് ഏതൊരു മരക്കെട്ടി ഈ കെട്ടി നല്ല അടിപൊളി അതിൻ്റെ ചെടി വളർത്താൻ കൊടുത്തത് കുതുകളെ. നമുക്ക് സീഡ് ചെയ്യട്ടെ, നിങ്ങൾക്ക് സീഡ് ചെയ്യട്ടെ ആയിട്ടില്ല.